അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 22 വെള്ളിയാഴ്ച. വയനാട് ദുരന്തത്തിൽ സത്യവാങ്മൂലവുമായി കേന്ദ്ര സർക്കാർ. ദുരന്ത സഹായത്തിൽ നടപടികൾ പുരോഗമിക്കുകയാണെന്നും വ്യവസ്ഥകൾക്ക് വിധേയമായി 153 കോടി ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് അനുവദിച്ചെന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. വയനാട്ടിലെ ദുരന്തബാധിത മേഖലകളെ പുനരധിവസിപ്പിക്കാൻ 2219 കോടി രൂപയുടെ കേന്ദ്ര സഹായം വേണമെന്ന് സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നതിനിടെയാണ് നടപടികൾ പുരോഗമിക്കുകയാണെന്ന് മാത്രമുള്ള കേന്ദ്ര സർക്കാരിന്റെ പുതിയ സത്യവാങ്മൂലം. എന്നാൽ ഏറ്റവും പുതുതായി സമർപ്പിച്ച സത്യവാങ്മൂലത്തിലും വയനാടിനെ പുനരധിവസിപ്പിക്കാൻ എന്ത് പാക്കേജെന്നും വ്യക്തമാക്കുന്നില്ല. വയനാട്ടിലെ ഹർത്താലിനെതിരെ ഹൈക്കോടതിയുടെ കടുത്ത വിമർശനം. വയനാട്ടിലെ LDF UDF ഹർത്താൽ നിരുത്തരവാദപരമായ സമീപനമാണെന്നും പെട്ടെന്നുള്ള ഹർത്താൽ അംഗീകരിക്കാനാകില്ലെന്നും പറഞ്ഞ ഡിവിഷൻ ബെഞ്ച് ഹർത്താലിനെ എങ്ങനെ ന്യായീകരിക്കുമെന്നും ചോദിച്ചു. ഹർത്താൽ നടത്തിയത് എന്തിനാണെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. ഹർത്താൽ മാത്രമാണോ ഏക സമരമാർഗമെന്നും ദുരന്തമേഖലയിലെ ഹർത്താൽ നിരാശപ്പെടുത്തുന്നുവെന്നും ഇത്തരം ഹർത്താൽ അംഗീകരിക്കാനാകില്ലെന്നും കടുത്ത ഭാഷയിൽ കോടതി വിമർശിച്ചു. വയനാട് ദുരന്തത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിച്ച ഇന്ത്യ മുന്നണിക്കുള്ള പ്രഹരമാണ് ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചതെന്ന് BJP നേതാവ് വി മുരളീധരൻ. ഹർത്താലിന്റെ സാധുതയെ കോടതി വിമർശിച്ചിരിക്കുന്നുവെന്നും കേന്ദ്രം നൽകിയ 153 കോടി രൂപ മറച്ചുവെച്ചുള്ള സമീപനം ജനങ്ങളെ കബളിപ്പിക്കാൻ ഏതറ്റം വരെ പോകും എന്നതിന് തെളിവാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വയനാടിനോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് LDF സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിലേക്ക്. ഡിസംബർ 5-ാം തീയതി സംസ്ഥാനമൊട്ടാകെ സമരം നടത്താനാണ് തീരുമാനം. രാജ്ഭവന് മുന്നിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാനും ഉരുൾപൊട്ടൽ ദുരന്തബാധിതരോടുള്ള കേന്ദ്ര അവഗണനയിൽ പ്രതിഷേധിച്ച് ഡിസംബർ 2-ന് മേപ്പാടിയിൽ DYFIയുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കാനും LDF തീരുമാനിച്ചിട്ടുണ്ട്. ഹേമ കമ്മിറ്റിക്ക് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തുന്ന അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ. അന്വേഷണം നടത്താനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജി ഇതിന്റെ ഭാഗമാണെന്നും കമ്മീഷൻ ആരോപിച്ചു. സുപ്രീംകോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ നിലപാട് വ്യക്തമാക്കിയത്. മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണൽ. മുനമ്പം കേസിലെ കോടതി നടപടികൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ലെന്ന് ട്രൈബ്യൂണൽ ജഡ്ജ് രാജൻ തട്ടിൽ വ്യക്തമാക്കി. മുനമ്പം കേസിൽ ഫാറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ അപ്പീൽ ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് മാധ്യമങ്ങളെ വിലക്കിക്കൊണ്ട് ട്രൈബ്യൂണൽ നിലപാടെടുത്തത്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം നാളെ. വയനാട്, പാലക്കാട്, ചേലക്കര മണ്ഡലങ്ങളിൽ അവസാനവട്ട കണക്കുകൂട്ടലിലാണ് മുന്നണികൾ. നാളെ രാവിലെ 8 മണിക്കാണ് വോട്ടെണ്ണൽ തുടങ്ങുക. 10 മണിയോടെ വിജയികൾ ആരെന്നതിൽ വ്യക്തതയുണ്ടാകും. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിന്റെ പേരിൽ സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനം. കേസ് നിയമപരമായി നേരിടുമെന്നാണ് CPM വ്യക്തമാക്കുന്നത്. വിഷയം സെക്രട്ടേറിയറ്റ് വിശദമായി ചർച്ച ചെയ്തു. ഭരണഘടനയെ വിമർശിച്ചുള്ള പ്രസംഗത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് നിർദ്ദേശിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകാൻ മന്ത്രി സജി ചെറിയാൻ നീക്കം തുടങ്ങിയിട്ടുണ്ട്. ആത്മകഥാവിവാദത്തിൽ അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തുന്നതിന് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിച്ച് CPM നേതാവ് EP ജയരാജൻ. നേരത്തെ വ്യക്തമാക്കിയ കാര്യങ്ങൾ തന്നെയാണ് പോലീസിനോടും പറഞ്ഞതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. എന്റെ കാര്യങ്ങൾ എനിക്കറിയാമെന്നും എപ്പോഴും അത് ഓർമ്മയിലുള്ളതാണെന്നും ജയരാജൻ വ്യക്തമാക്കി. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന്റെ ഭാഗമായി വനംവകുപ്പ് കർമ്മ പദ്ധതി തയ്യാറാക്കുന്നു. സംഘർഷം കൂടുതലുള്ള പ്രദേശങ്ങളെ 12 ലാൻഡ്സ്കേപ്പുകളായി തിരിച്ചായിരിക്കും കർമ്മ പദ്ധതി തയ്യാറാക്കുക. ഇവ ക്രോഡീകരിച്ച് സംസ്ഥാനതല കർമ്മ പദ്ധതി തയ്യാറാക്കും. ഇതിന്റെ ഭാഗമായി സേഫ് ഹാബിറ്റാറ്റ് ഹാക്ക് എന്ന പേരിൽ
ഹാക്കത്തൺ സംഘടിപ്പിക്കുമെന്നും മന്ത്രി എ.കെ. ശശീന്ദ്രൻ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ലൈംഗികാരോപണ കേസിൽ മുകേഷ് അടക്കമുള്ള നടന്മാർക്കെതിരായ പരാതികൾ പിൻവലിക്കുകയാണെന്ന് പരാതിക്കാരിയായ നടി. കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉടൻ ഇമെയിൽ അയക്കുമെന്നും തനിക്ക് സർക്കാരിൽ നിന്നും പിന്തുണ കിട്ടിയില്ലെന്നും തനിക്കെതിരെ ചുമത്തിയ പോക്സോ കേസിന്റെ സത്യാവസ്ഥ തെളിയിക്കാൻ സർക്കാർ തയ്യാറായില്ലെന്നും ഇവർ ആരോപിക്കുന്നു. നടന്മാരായ എം. മുകേഷ് എം.എൽ.എ, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ എന്നിവർക്കെതിരെയാണ് നടി ആരോപണവുമായി രംഗത്ത് വന്നത്. പ്രമുഖ സാഹിത്യകാരൻ ഓംചേരി എൻ പിള്ള അന്തരിച്ചു. 100 വയസ്സായിരുന്നു. ദില്ലി സെന്റ് സ്റ്റീഫൻ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കേരളപ്രഭ, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ആകസ്മികം എന്ന ഓർമ്മക്കുറിപ്പിനെ 2020 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും നേടിയിട്ടുണ്ട്. 1951 ആകാശവാണിയിൽ ഉദ്യോഗസ്ഥനായി ദില്ലിയിലെത്തി. 7 പതിറ്റാണ്ടുകാലം ദില്ലി മലയാളികൾക്കിടയിൽ സജീവ സാന്നിധ്യമായിരുന്നു ഓംചേരി എൻ പിള്ള. പത്തനംതിട്ടയിൽ ഹോസ്റ്റൽ കെട്ടിടത്തിലെ 3ാം നിലയിൽ നിന്ന് വീണു മരിച്ച നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ 3 സഹപാഠികളുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. പത്തനാപുരം കുണ്ടയം സ്വദേശി അലീന ദിലീപ്, ചങ്ങനാശ്ശേരി സ്വദേശി എ.ടി. അക്ഷിത, കോട്ടയം അയർക്കുന്നം സ്വദേശി അഞ്ജന മധു എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരുടെ നിരന്തര മാനസിക പീഡനം മൂലമാണ് അമ്മു ജീവനൊടുക്കിയതെന്ന് കുടുംബം മൊഴി നൽകിയിരുന്നു. 3 പേർക്കുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട്. അമ്മു സജീവന്റെ മരണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട് കെ.എസ്.യു. സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകി. അമ്മു സജീവന്റെ മരണത്തിൽ അടിമുടി ദുരൂഹതയാണ് നിലനിൽക്കുന്നതെന്നും സംഭവത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് ക്രൈംബ്രാഞ്ചിനെ കേസ് കൈമാറണമെന്നുമാണ് കത്തിലെ പ്രധാന ആവശ്യം. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി തീവ്ര ന്യൂനമർദ്ദമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടെയുള്ള ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാറും. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. തെരഞ്ഞെടുപ്പ് ഫലം വരാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ മഹാരാഷ്ട്രയിൽ ചരടുവലികളും ചർച്ചകളും സജീവം. തൂക്കുസഭയെന്ന സംശയമുള്ളതുകൊണ്ട് ഇരുമുന്നണികളും ചെറു പാർട്ടികളുമായും സ്വതന്ത്രരുമായും ചർച്ച നടത്തുകയാണ്. മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരിക്കാൻ കഴിയുന്ന മുന്നണിക്കൊപ്പം നിൽക്കുമെന്ന് വഞ്ചിത് ബഹുജൻ അഗാഡി അധ്യക്ഷൻ പ്രകാശ് അംബേദ്കർ നിലപാട് വ്യക്തമാക്കി. രാജസ്ഥാന്റെ ഉടമസ്ഥതയിലുള്ള ദില്ലിയിലെ പ്രശസ്തമായ ബിക്കാനർ ഹൌസ് കണ്ടുകെട്ടാൻ കോടതി ഉത്തരവ്. സ്വകാര്യ കമ്പനിയായ എൻവിറോ ഇൻഫ്ര എഞ്ചിനീയേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് നൽകേണ്ട തുക നൽകാത്തതിനെ തുടർന്നാണ് നടപടി. 2020 ഒത്തുതീർപ്പിന്റെ ഭാഗമായി ഈ കമ്പനിക്ക് 50 ലക്ഷം രൂപ നൽകാൻ കോടതി ബിക്കനേർ ഹൌസിന്റെ ഉടമസ്ഥതയിലുള്ള രാജസ്ഥാനിലെ നോക്ക മുനിസിപ്പൽ കൌൺസിലിനോട് ഉത്തരവിട്ടത്. ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജ്ജാർ വധത്തെക്കുറിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിയാമായിരുന്നുവെന്ന റിപ്പോർട്ട് തള്ളി കാനഡ സർക്കാർ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരെ വധത്തെക്കുറിച്ച് അറിയിച്ചതായുള്ള ദി ഗ്ലോബ് ആൻഡ് മെയിലിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടാണ് കാനഡ തള്ളിയത്. വ്യാഴാഴ്ച യുക്രൈനിൽ നടത്തിയ ആക്രമണത്തിൽ ഉപയോഗിച്ചത് പുതിയതായി വികസിപ്പിച്ച മധ്യദൂര ഹൈപ്പർസോണിക് മിസൈലാണെന്ന് റഷ്യ. US, ബ്രിട്ടീഷ് മിസൈലുകൾ ഉപയോഗിച്ച് ഈ ആഴ്ച ആദ്യം റഷ്യയ്ക്കെതിരെ യുക്രൈൻ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണിതെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കി. രാജ്യവ്യാപകമായി സംപ്രേഷണം ചെയ്ത ടെലിവിഷൻ പ്രസംഗത്തിലാണ് പുടിന്റെ പ്രതികരണം. വടക്കൻ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 66 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ബൈത്ത് ലാഹിയയിലെ കമാൽ അദ്വാൻ ആശുപത്രിക്ക് സമീപമാണ് ആക്രമണമുണ്ടായത്. കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളും കുട്ടികളുമുണ്ടെന്നാണ് ഹമാസിനോടടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ഗാസയിലെ ഷെയ്ഖ് റദ്വാൻ പരിസരത്ത് ഒരു വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 22 പേർ കൂടി കൊല്ലപ്പെട്ടതായി ഹമാസ് നടത്തുന്ന സിവിൽ ഡിഫൻസ് ഏജൻസി പറഞ്ഞു. ബോർഡർ ഗവാസ്കർ ട്രോഫിക്കായുള്ള ആദ്യ ടെസ്റ്റിന്റെ 1ാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയയ്ക്ക് മുൻപിൽ തകർന്നടിഞ്ഞ് ഇന്ത്യ. 49.4 ഓവറിൽ 150 റൺസ് ചേർക്കുന്നതിനിടെ ഇന്ത്യയുടെ 10 വിക്കറ്റുകളും വീണു. രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ ജസ്പ്രീത് ബുംറ ക്യാപ്റ്റനായ ടീം ഇന്ത്യ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു.
41 റൺസെടുത്ത നിതീഷ് കുമാർ റെഡ്ഡിയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. ഋഷഭ് പന്ത് 37 റൺസെടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 47-6 എന്ന നിലയിലാണ്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.